നമ്മളെ വീട്ടിലുള്ള പോലെ അപ്പൂപ്പനും അച്ഛനും ഏട്ടനും ഒക്കെ ആയിട്ട് ഇവിടെ കുറെ പേരുണ്ട്. എല്ലാരും നല്ല ഹാപ്പി അല്ലേ? എല്ലാരും ഇവിടെ നല്ല ഹാപ്പിയാണ്. അപ്പൊ നമുക്ക് ഇവരെല്ലാം നോക്കുന്ന രണ്ട് ആൾക്കാരെ കാണണ്ടേ? മാഡം ഇത് തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഇത് തുടങ്ങിയ 2018 തുടങ്ങിയത്. ഇപ്പൊ ഇവിടെ ടോട്ടല് വന്നത് ഒരു 38ഓളം പേര് വന്നിട്ടുണ്ട്. എത്ര പേരുണ്ട് ഇപ്പൊ ഇവിടെ 12 പേര്. 12 പേര്. അതിപ്പോ വീട്ടുകാരൊക്കെ ഉള്ളവരാണോ ഇല്ലാത്തവരാണോ എങ്ങനെയാണ് ഇവിടെ? വീട്ടുകാര് കൊണ്ടുവന്നാക്കുന്നവരെ നമ്മൾ സ്വീകരിക്കുന്നില്ല. ആരോരും ഇല്ലാത്തവരും വീട്ടുകാർ ഉപേക്ഷിക്കപ്പെട്ടവരും വീട്ടുകാർക്ക് വേണ്ട എന്ന് പറയുന്നവരും ഇവിടെ ഉള്ളവർക്കെല്ലാം നിങ്ങളുണ്ട്. പിന്നെ ഞങ്ങൾ അതാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. ഉറപ്പ് അതാണ് കൊടുത്തിരിക്കുന്നത്. ഞങ്ങളെ മരണം വരെ ഞങ്ങൾ ഇവരെ കൊണ്ടുപോകും. എന്നാൽ ആ ഉറപ്പ് തന്നെ അവർക്ക് കൊടുത്താൽ അവർക്ക് ഇവരോട് തന്നെ നേരിട്ട് ചോദിക്കാം. ചോദിക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മളിങ്ങനെ ഹോസ്പിറ്റൽ വഴിയോ അല്ലെങ്കിൽ മറ്റെവിടെന്നെങ്കിലും വഴിയോ ഇങ്ങനെയുള്ള ആൾക്കാരെ ഇവിടെ കൊണ്ടുവരണമെന്ന് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ ലീഗൽ പ്രൊസീജിയർ ഒക്കെ ഹെൽപ്പിന് കോർപ്പറേഷനിൽ നിന്നും സ്റ്റേഷനിൽ നിന്നും അതല്ലെങ്കിൽ കോർട്ടിൽ നിന്നൊക്കെ ആ ലീഗലി ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും എല്ലാരും സപ്പോർട്ടാണ്. അതെ അതെ. നമുക്ക് ഒന്നുകില് വാർഡ് കൗൺസിലർ അല്ലാന്നുണ്ട് സ്റ്റേഷൻ. പിന്നെ മെഡിക്കലില് നമുക്ക് 2 ടെസ്റ്റ് VDRലും HIV നമുക്ക് നിർബന്ധമാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ളവർ തന്നെയാണ് ഇവിടെ വരുന്നത്. ഇവർക്ക് മന്ത്ലി ഒരു എമൗണ്ട് എന്തായാലും ആവുമല്ലോ ഇവര് മരുന്നിനായാലും ഫുഡിനായാലും ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എല്ലാം. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? അതില് നമ്മളോട് ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ട്. അവരെ കൊണ്ട് കഴിയുന്ന സഹായങ്ങള്, പിന്നെ കുറച്ച് സ്റ്റാഫുകളുണ്ട്. അവരവരെ ഫ്രീ ടൈമിന് നമുക്ക് കളക്ഷൻ എടുത്ത് തരുന്നതും കൂടി ആയിട്ടാണ്. എന്നാലും നമുക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം നമ്മള് ഒരു കുടുംബത്തില് ഒരച്ഛനെയും അമ്മേനെയും നോക്കാനുള്ള ബുദ്ധിമുട്ട് നമുക്കറിയാലോ. അതേ സമയത്ത് ഒരേ ലെവലില് അതിനെക്കാട്ടും സുന്ദരമായിട്ടാണ് ഈ 12 പേരെ ഞങ്ങൾ കൊണ്ടെടുക്കുന്നത്. ഇവരെടുത്തുനിന്ന് ആരെടുത്തുനിന്ന് നിങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു സ്വരങ്ങളും വരില്ല. പിന്നെന്ന് പറഞ്ഞാല് ഇവര് ഇനി മരണം വരെ ഞങ്ങളെ കൂടെ തന്നെയാണ്. എല്ലാവർക്കും ഒരച്ഛനും അമ്മയും ഉണ്ടാവുമ്പോൾ ഞങ്ങൾക്ക് 12 പേരാണ്. ഞങ്ങൾ ഭയങ്കര സെക്യൂരിറ്റിയിലാണ് ഞങ്ങൾ 2 പേരും നിൽക്കണേ. എന്റെ പേര് പുഷ്പലത. ഫുഡ് മാത്രം പോരല്ലോ. അപ്പൊ മന്ത്ലി എന്തായാലും മെഡിസിൻ ഒക്കെ നല്ല എമൗണ്ട് ഉണ്ടാവുമല്ലോ. അപ്പൊ മെഡിസിൻ ഒക്കെ എങ്ങനെയാണ് കിട്ടുന്നത്? അത് പാലിയേറ്റീവ് കെയർ വഴിയാണോ അതെ ഹോസ്പിറ്റലിൽ ഏതെങ്കിലും ആണോ? ആൾക്കാരൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? ഉണ്ട്. പിന്നെ നമുക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന മരുന്നുകളൊക്കെ അവിടെ തന്നെ കിട്ടിയിട്ടുണ്ട്, മലപ്പുറം മുനിസിപ്പാലിറ്റിയിലെ. പിന്നെ അതുകൂടാതെ നമുക്ക് വരുന്ന ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ സജിത്രയായിരുന്നു പെരിന്തൽമണ്ണ ജില്ലാ ഹോസ്പിറ്റലിലെ. ഇപ്പൊ നമ്മുടെ ഡെപ്യൂട്ടി DM ഉണ്ട് മലപ്പുറം ജില്ലയിലെ ഷിബുലാൽ സാറാണ് ഇപ്പൊ ഇവരുടെ ഡോക്ടറായിട്ട് ചാർജ് എടുത്തിരിക്കുന്നത്. അങ്ങനെ സ്ത്രീകളെയും കൊണ്ടുവരണം അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ വിളിക്കാ എവിടെന്നെങ്കിലും ഒക്കെ കോള് വരാറുണ്ടോ? സ്ത്രീകൾക്ക് അമ്മമാരെ കോൾസ് കുറേ വരുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇന്നലെയും കൂടെ വന്നായിരുന്നു. സൗകര്യം കുറവായതുകൊണ്ടാണ് ഇപ്പൊ തൽക്കാലം അമ്മമാരുടേത് വേണ്ടത്. ഭാവിയിൽ എല്ലാവരും ആവശ്യപ്പെടുന്നുണ്ട്. ചിലപ്പോ തുടരും വരാം അല്ലേ? നമ്മുടെ ഓർഗനൈസ് കൺട്രോളിന്റെ അണ്ടറിലാണെങ്കിൽ പോലും നമുക്ക് ഗ്രാന്റുകൾ കിട്ടി തുടങ്ങിയിട്ടില്ല. 2 വർഷം തുടങ്ങിയിട്ടില്ല. നമുക്ക് എന്താ വെച്ചാൽ ഇവരുടെ അനുവാദം കിട്ടിയതിന് ശേഷം പിന്നെ 2 വർഷം കഴിഞ്ഞാൽ നമുക്ക് ഗ്രാന്റ് ലഭിക്കുള്ളൂ. അപ്പം അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അമ്മമാരുടെ ഇവരപ്പൊ സേഫ് ആയല്ലോ. പിന്നെ അടുത്തത് അമ്മമാരുടെ നോക്കണം എന്നുണ്ട്. കുറെ നമുക്കതിനുള്ള സൗകര്യക്കുറവ്. ഞങ്ങളുടെ ഒരു പ്രതീക്ഷയാണ് ഞങ്ങളുടെ കുട്ടികളെല്ലാരും കുട്ടികളാണ്. ശരിയാ, അല്ലെങ്കിൽ നമ്മള് എങ്ങനെയാ ആദ്യം കുട്ടിയായി വളർന്ന് വലുതായി ഒരു പ്രായമായി വീണ്ടും കുട്ടിയാവല്ലേ ചെയ്യണത്. കുട്ടികളുടെ സ്വഭാവം കുരുത്തക്കേടൊക്കെ ഉണ്ടല്ലേ എല്ലാരും. ഇത് കുസൃതിയുള്ള മുഖം. നടത്തണ്ടേ, 2 നേരം നടക്കണം. നല്ലതാ. കുട്ടികൾ കുളിക്കണം, കുളിച്ച് അലക്കി സുന്ദരന്മാരായിട്ട്. കുട്ടികളെല്ലാം ഇന്ന് കുളിച്ച് സുന്ദരന്മാരായിട്ട് ഇരിക്കുവാണ്. നമ്മളെ വീടുകളിലുള്ളവരെ ഇപ്പൊ മക്കളാണെന്നുണ്ടെങ്കിൽ അണുകുടുംബമായിട്ട് ഇവരെ കേൾക്കാൻ അവർക്ക് സമയം ഉണ്ടാവില്ല. പക്ഷെ ഇവര് ഇരിക്കുന്ന ആ സിറ്റ് ഔട്ടിൽ നിന്ന് എന്തേന്ന് ചായ കുടിച്ചോ എന്നുള്ളത് മക്കളടുത്ത് നിന്ന് കേട്ടാ മതി. അതിൽ ആശ്വസിക്കും അവര്. നേരെ മറിച്ച് അതിന് പോലും നേരല്ലാണ്ട് എന്റെ കുടുംബം എന്റെ മക്കൾ എന്നുള്ള അണുവിലേക്ക് നീങ്ങാണ്. അപ്പൊ ഇവർക്ക് തന്നെ തോന്നാണ് ഞാൻ ഇവർക്ക് ഒരു അധികപ്പറ്റാണോ എന്ന് തോന്നി തുടങ്ങാണ്. ആ സമയത്താണ് പലരും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതും ഞങ്ങളെ കേൾക്കാൻ ആരുമില്ല, ഞങ്ങളെ കാര്യം ചോദിക്കാൻ ആരുമില്ല. പക്ഷെ എന്റെ മക്കളെ ഞാൻ എങ്ങനെ കൊണ്ട് നടന്നിരുന്നു എന്ന് അവിടെയാണ് ഇവര് ചിന്തന വരുന്നത്. ആ സമയത്താണ് ഇവർക്ക് മാനസികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നതും
ഇവര് പല വഴിക്ക് ഇറങ്ങി പോകുന്നതും ആ ഇറങ്ങിപ്പോയി എവിടെയും തട്ടിയോ മുട്ടിയോ വീണിട്ട് ഹോസ്പിറ്റലിൽ എത്തി ഞങ്ങളുടെ അടുത്ത് എത്തുന്നതും ഇവരോട് എല്ലാരോടും ചോദിച്ചാൽ ഇവർക്കൊക്കെ ഓരോ കഥകളും. ചരിത്ര പുരുഷന്മാരാണ്. അതെ. പിന്നെന്ന് പറഞ്ഞാല് കയ്യിൽ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിലുള്ള അളവ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പുറത്തേക്ക് തള്ളുന്നവരും ഇതിലുണ്ട്. എല്ലാ കോളേജിൽ നിന്നും സ്കൂളിൽ നിന്നും കുട്ടികൾ വരാറുണ്ട്. അവരോട് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്, എങ്ങനെ ഇവരിവിടെ എത്തി, ആര് കാരണം, എന്തുകൊണ്ട്. എല്ലാരോടും ഞാൻ പറയുന്നത് എന്താ വെച്ചാല് വൃദ്ധസദനങ്ങൾ ഒരുപാട് കെട്ടിപ്പൊക്കരുത്. അത് മക്കൾക്ക് ഏറ്റവും വലിയൊരു ഉത്തേജക മരുന്ന് വരെയാണ്, അല്ലേ? തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ചാൽ കുറച്ച് പൈസ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതേമാതിരി കൊണ്ടാലോ. പക്ഷെ വൃദ്ധസദനങ്ങൾ വേണം, ആരോരും ഇല്ലാത്തവരെ സംരക്ഷിക്കാൻ. അതേ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുള്ളൂ. ഞങ്ങൾ നോക്കാൻ ആളില്ല എന്ന് പറയുമ്പോ ഏറ്റവും ഉറ്റ അടുത്തവരൊക്കെ അല്ലേ നമ്മൾ നോക്കുക എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. അതല്ലാണ്ട് അറിയുന്നവരോ ബന്ധുക്കളോ സുഹൃത്തുക്കളോ അവരൊക്കെ കാണാൻ വരാറുണ്ടോ? അറിയുന്നവര് വരും, സുഹൃത്തുക്കൾ വരാറുണ്ട്. ഇപ്പൊ അധികം രാജ്യമായിട്ട് കിടപ്പ് രോഗിയായിട്ട് അങ്ങനെ ആരെങ്കിലും ഇവിടെ നമുക്ക് ഇതാ നമ്മളെ ഇതിന്റെ കൂടെ ഒരാള് വന്നിരുന്നു, സെൽവരാജ്. സെൽവരാജിന് ഞങ്ങൾ ഏകദേശം 2 വർഷത്തോളം ചികിത്സ തന്നെയായിരുന്നു. ഇപ്പോ മരിച്ചു 11-ാം തീയതി. അതായത് ഇവിടെ 2 വർഷത്തോളം. 2 വർഷത്തോളം അല്ല, വന്നൊരു 4 മാസം കഴിഞ്ഞാൽ തൊട്ടിട്ട് ട്രീറ്റ്മെന്റ് തന്നെയാണ്. അതിലൊരു സന്തോഷം ഉള്ളതെന്ന് പറഞ്ഞാൽ ഇന്നും ഇപ്പൊ എന്റെ ഫോണ് കാണാം. അവസാനം ഇവിടുന്ന് ഹോസ്പിറ്റലിൽ പോണ അന്ന് ചോറ് ഞാൻ സ്പൂണോണ്ട് കോരി കൊടുത്തത് സെൽവരാജിന്. ആ പോക്കാണ് പോയിരിക്കണേ. നമുക്ക് അവസാനം അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റില്ലോ എന്ന് നമുക്കൊരു സന്തോഷം. ആ ഫോട്ടോ ഫോണിൽ കണക്ട് ചെയ്തിട്ടിട്ടുണ്ട് ഞാൻ. ഫോണില് ക്യാമറയൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ അപ്പൊ അറിയണം. കുഞ്ഞു കുട്ടികളല്ലേ, പിന്നല്ലാതെ അപ്പുറത്തെ ക്ലാസ്സിൽ ഇറങ്ങി പോവോ, സ്കൂള് കടന്ന് പുറത്തോ എന്നൊക്കെ അറിയണ്ടേ, അല്ലേ? കുഞ്ഞനാണുള്ള കുരുത്തക്കട ഫുഡൊക്കെ കളയുന്നുണ്ടോ അറിയണ്ടേ. കുട്ടികൾ ഇവരോട് പറയണേ, ഇനിയുള്ള ജീവിതം ഞങ്ങളെ കുട്ടികളെ ഹാപ്പിയായി ജീവിക്കട്ടെ. ഇതുവരെ അവരെത്ര കഷ്ടപ്പെട്ടോ എന്നുള്ളത് നമുക്കറിയണ്ട. പിന്നെ ഇവരെ അന്വേഷിച്ച് മക്കൾ വരികയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളെ രണ്ടാളെ പ്രതികരണം എങ്ങനെയാന്ന് ഞങ്ങൾക്ക് അപ്പോഴേ പറയാൻ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചാല് ഞാൻ പകല് കഷ്ടപ്പെട്ട് മക്കളെ നോക്കിയിട്ട് അപ്പം ഇവര് വിചാരിക്കുന്ന എന്റെ മക്കളെ ഞാൻ അത്രയും നല്ല രീതിയിൽ നോക്കിയാൽ നാളെ എന്നെ നോക്കാനുള്ള മക്കളാണെന്നാണ് ഇവരെ മനസ്സിലുള്ളത്. പക്ഷെ ആ മക്കൾ തന്നെയാണ് ഇവരെ ഒന്നുമില്ലാത്ത ഒരു കരിവേപ്പിലമാരി പുറത്തേക്ക് എടുത്തെറിയുന്നത്. അപ്പൊ അവരെ മനസ്സിൽ എത്ര വേദന ഉണ്ടാവും. വായല പൊന്നും കരണ്ടി വെച്ചാലും നീറൽ അവരുടെ ഉള്ളിലുണ്ടാവും, പുറത്ത് കാണിക്കില്ല. ഉണ്ടല്ലോ നമ്മളെ വീട്ടിലുള്ള പോലെ ഓരോ അച്ഛന്മാരെ കണ്ടല്ലോ നിങ്ങൾ. അപ്പൊ എല്ലാരും ഇവര് ഒന്ന് കാണണം, കുറച്ചുനേരം ഇവരുടെയൊക്കെ സ്പെൻഡ് ചെയ്യണം. അത് ഇവർക്കൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഫിനാൻഷ്യലി സപ്പോർട്ട് നമ്മളെല്ലാരും ഏത് തരത്തിലായാലും ഏത് രീതിയിലായാലും അത് ചെയ്യണം. ഇവിടെ അത് സ്വീകരിക്കും. എല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെ ഒരു അസുഖങ്ങളും ഇല്ലാതെ ഉള്ള അസുഖങ്ങൾ കുറഞ്ഞ് നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. അതിനിതാ 2 പേര് നിക്കുന്നുണ്ട്. ഇത് അസിസ്റ്റന്റ്. അപ്പൊ നിങ്ങൾ എല്ലാരും സന്തോഷമായിട്ടിരിക്കണം. നമ്മൾ ഇനിയും വരും നിങ്ങൾ കാണാനായിട്ട്. അപ്പൊ ഞാൻ ഇനി പോക്കോട്ടെ.